നമസ്തേ. ഈ ലീഗുകാരുടെ വിചാരം അവരുടെ ചരിത്രമൊന്നും മറ്റാർക്കും അറിയില്ല എന്നാണ്. തങ്ങളുടെ സംഘടന പിറന്നു വീണ മണ്ണ് തമിഴ്നാടാണ് എന്നാണ് ലീഗ് ഇപ്പോഴും അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ലീഗ് ആദ്യം പിറന്നു വീണ മണ്ണ് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയാണ്. അതിന്റെ അന്നത്തെ പേര് സർവേന്ത്യ ലീഗ് എന്നായിരുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വർഗീയമായി സംഘടിപ്പിച്ച് ബ്രിട്ടീഷ് സർക്കാരിന് പിന്തുണ നൽകി അവരുടെ പാദസേവ ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയാൽ ഇസ്ലാമിക അധിനിവേശ ഭരണം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ലീഗിന്റെ ലക്ഷ്യം. കടുത്ത ഹിന്ദു വിരോധവും കോൺഗ്രസ് വിരോധവും ബ്രിട്ടീഷ് ചായ്വുമായിരുന്നു അന്നത്തെ ലീഗിന്റെ മുഖമുദ്ര. തെരുവിൽ വർഗീയ കലാപങ്ങൾ സംഘടിപ്പിച്ച് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് ലീഗ് അവരുടെ ലക്ഷ്യം നേടി. ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയും മുസ്ലിം ഭൂരിപക്ഷ പാകിസ്ഥാനും ഉണ്ടായി. അന്നത്തെ ലീഗല്ല തങ്ങളുടെ ലീഗ് എന്ന് ലീഗുകാർ നുണ പറയാറുണ്ട്. ഇന്നത്തെ ലീഗിന് രൂപം കൊടുത്തതും യഥാർത്ഥത്തിൽ ജിന്നയാണ്. വിഭജനത്തിന് ശേഷം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മുസ്ലിം ലീഗിന്റെ ഭാവി തീരുമാനിക്കാൻ വേണ്ടി 1947 ഡിസംബർ 14-15 തീയതികളിൽ കറാച്ചിയിൽ ജിന്നയുടെ നേതൃത്വത്തിൽ ലീഗുകാർ യോഗം ചേർന്നു. വിഭജനാന്തരം പാകിസ്ഥാനിലേക്ക് പോയ ജിന്ന സർവേന്ത്യ മുസ്ലിം ലീഗിനെ വിഭജിച്ച് പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇന്ത്യൻ മുസ്ലിം ലീഗുമാക്കി മാറ്റുകയും ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ കൺവീനറായി തമിഴ്നാട്ടുകാരനും കടുത്ത വർഗീയവാദിയും ഹിന്ദു വിരുദ്ധനും ഇന്ത്യ വിരുദ്ധനുമായ മുഹമ്മദ് ഇസ്മായിൽ എന്നയാളെ കറാച്ചിയിൽ ഇരുന്നു കൊണ്ട് നിയമിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ജിന്നി എന്ന പാകിസ്ഥാനി ഇന്ത്യയിൽ പാകിസ്ഥാന് വേണ്ടി ഒരു സംഘടനയെ സൃഷ്ടിച്ചു. അതിനൊരു നേതാവിനെയും കണ്ടെത്തി. പിന്നീട് ഇന്ത്യ മുസ്ലിം ലീഗ് 1948 മാർച്ച് 10 ചെന്നൈയിലെ രാജാജി ഹാളിൽ യോഗം ചേരുകയും സംഘടനയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് മാറ്റുകയും ബാക്കി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. രാജ്യവിരുദ്ധരായ ലീഗുകാർ വീണ്ടും സംഘടിച്ചതറിഞ്ഞ പട്ടേലിന്റെ ആഭ്യന്തര വകുപ്പ് ഈ സംഘടനയെ നിരോധിക്കാതിരിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഭരണഘടനയെയും തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ലീഗുകാർ കള്ളം പറഞ്ഞു. ആദ്യമൊക്കെ സൂക്ഷ്മമായും ഈ സംഘടനയെ നിരീക്ഷിച്ച ഭരണാധികാരികൾ പിന്നീട് കാര്യങ്ങൾ അയച്ചുവിട്ടു. അങ്ങനെ ലീഗ് വളരുകയും ആദ്യം CPM-ഉം പിന്നീട് കോൺഗ്രസും ലീഗിനെ കൂടെ കൂട്ടുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നതും ലീഗാണ്. ചത്ത കുതിരയെന്ന് നെഹ്റു വിശേഷിപ്പിച്ച അതേ ലീഗ്. ഇന്ത്യ വിഭജനം നടന്നു. പാകിസ്ഥാൻ കിട്ടിയപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗുകാർ വിളിച്ച ചിരിച്ചു നേടി പാകിസ്ഥാൻ പൊരുതി നേടും ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം സഫലമാക്കാനായി ലീഗ് ഈ ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ മതേതര ജനാധിപത്യ മുഖംമൂടി അണിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. എത്ര മനോഹരമായാണല്ലേ ലീഗുകാർ കള്ളം പറയുന്നത്! എത്ര സമർത്ഥമായാണല്ലേ ലീഗുകാർ മറ്റുള്ളവരെ പറ്റിക്കുന്നത്!